ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പൊട്ടാസിൻ്റെ പീടികയിൽ പോയിട്ട് കുറേ പൊട്ടാസ് വാങ്ങിയിട്ടുണ്ട്. വിഷുവല്ലേ വരുന്നത്. അപ്പം ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇതാ ഒരു ചാക്ക് മൊത്തം പൊട്ടാസാണ് ഗൈസ്. നിങ്ങൾ ഇതിപ്പോൾ നെട്ടെന്താന്ന് വെച്ചാൽ കുറേ അധികം പൊട്ടാസ് ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. ഇതാണ് നമ്മളൊരു വിചിത്രമായൊരു പൊട്ടാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഡിജിറ്റ് പൊട്ടാസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥലത്തൊന്നും തുറക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് തുറക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ പൊട്ടാസ്. കണ്ടോ, ഇതാണ് ഡിജിറ്റൽ പൊട്ടാസ്. ഇവിടെ ഇങ്ങനെ തീ കൊടുത്താൽ അറിഞ്ഞു പോയിട്ടോ. ഓക്കെ, അപ്പം അങ്ങനത്തെ പൊട്ടാസാണ്. ഓക്കെ, ഇനി വേറെ കുറച്ചധികം പൊട്ടാസൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ഉള്ളത് നിലത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് കാണിച്ചു ഡിജിറ്റ് പൊട്ടാസ്. അങ്ങനെ നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് ചേരട്ടയാണ്. പൊട്ടാസാണ് കാണിക്കാൻ പോകുന്നത്. ചേരട്ടിൻ്റെ പൊട്ടാസ് കുറച്ചൊക്കെ സഞ്ചി തന്നെ വീണ് കിടപ്പുണ്ട്. അത് ഞാൻ എടുക്കട്ടെ. അപ്പം ഇതാണ് ചേരട്ട. ഇതാ കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെയാണ് ചേരട്ട പൊട്ടാസ്. കണ്ടോ, ഇതുണ്ടോ, ഇതാണ് ചേരട്ട പൊട്ടാസ്. അങ്ങനെ വേറെ പൊട്ടാസ് ഞാൻ കാണിച്ചു തരാം അടുത്തത്. അങ്ങനെ അടുത്തതാണ് നമ്മളെ കമ്പിത്തിരി. ഗൈസ്, വലിയ പാക്കറ്റാണ് കമ്പിത്തിരിയിലുള്ളത്. നിങ്ങൾ ശരിക്കും നെറ്റ് പോകുന്നതാണ് കമ്പിത്തിരി. ഇവിടെ നല്ല ശരിക്കും പൊട്ടിക്കേണ്ടത്. ഇതാ കമ്പിത്തിരി ഉണ്ടോ, വലുതാണ്. അത് ഇവിടെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെയാണ്. ഇവിടെ ഉള്ളിപ്പൊടി. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പൊട്ടാസാണ്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെയാണ് ഇതാ ഈ കമ്പിത്തിരി. അപ്പോൾ 2 പാക്കറ്റ് വലിയ കമ്പിത്തിരി വെച്ചിട്ടുണ്ട് നമുക്ക്. ഇനി ഇതാണ് ചെറിയ കമ്പിത്തിരി വെച്ചിട്ടുണ്ട്. 3 പാക്കറ്റ്, 2 പാക്കറ്റ് പിന്നെ ഒരു പാക്കറ്റ്. അപ്പോൾ 3 പാക്കറ്റ് കമ്പിത്തിരി വെച്ചിട്ടുണ്ട് ചെറുത്. പിന്നെ ഇതെന്താന്ന് അറിഞ്ഞൂടാ. ഇതാണ് പുതിയൊരു പടക്കം. എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് പൊളിച്ച് നോക്കണം. പൊട്ടിച്ചാലേ തിരിയും. എന്നാലും ഇതൊരു വലിയൊരു പൊട്ടാസാണ്. വിഷുവിന് എല്ലാവർക്കും പൊട്ടിക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടാസാണ്. താലിയും കൊടുത്തിട്ടുണ്ട്, കാണാം. ഓക്കെ, ഇതൊരു പൊട്ടാസ്. ഇനി വേറെ പൊട്ടാസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോംബാണ്. ബോംബാണെന്ന് തോന്നുന്നേ, അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ബോംബാണെന്ന് തോന്നുന്നേ. പക്ഷെ ഗൈസ്, ഇത് ബോംബല്ല, പൂക്കുറ്റിയാണ്. പൂക്കുറ്റി ഉണ്ടോ, ചെറിയ ഇതിൻ്റെ അകത്ത് 1 2 3 4 5 6 7 8 9 ഒരു പാക്കറ്റിൽ തന്നെ ഒരു പെട്ടിയിൽ തന്നെ 10 പൂക്കുറ്റി വരുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര പെട്ടിയാണ് വാങ്ങിയത്? 3 പെട്ടി പൂക്കുറ്റിയാണ് വാങ്ങിയത് നമ്മൾ. അപ്പോൾ എത്ര ഉണ്ടാവുമോ? 3 പെട്ടി. ഇതായത് 2ാമത്തെ പെട്ടി പൂക്കുറ്റി. പിന്നെ ഇത് പൂക്കുറ്റി അല്ല കേട്ടോ, സോറി, 2 പാക്കറ്റ് പൂക്കുറ്റിയുള്ളൂ. പിന്നെ ഗൈസ്, ഇതാണ് ബോംബ്. ഇതാണ് ഞാൻ പറഞ്ഞ ബോംബ്. ഓക്കെ, കാണിച്ചു തരാം. ശരിക്കും തുറക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ബോംബെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, ഇത് ചറപറയാണ്. എന്നിട്ട് ചെറുതൊക്കെ തെറ്റി പോകും. ഇത് ചറപറയാണ് കേട്ടോ, ചറപറ. ഓക്കെ, ഇനി കുറേ ഇഷ്ടമുള്ള പൊട്ടാസ് ആയിട്ട് നമുക്ക് അടുത്ത പൊട്ടാസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം.
ഇതും ചെറുപറ. 2 വെടി ചെറുപറ. പിന്നെ ഇതാണ് ജോക്കീസ് പടക്കം, പുതിയതായിട്ടുള്ള പടക്കമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിൽ പോയി മറ്റേ റോക്കറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ വിഷുവിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പൊട്ടിയില്ലായിരുന്നില്ല, അപ്പം നമ്മൾ അത് വാങ്ങിയില്ലായിരുന്നു. അതിന് പകരം വേറെ ഒരു പൊട്ടാസാണ് വാങ്ങിയത്. 2, 3, 4, 5 എണ്ണം ഉണ്ടാവും അതിൻ്റെ അകത്തൊക്കെ. അതൊന്ന് വേറെ ഉള്ളത് ഇതെന്താണ്? ഇത് കളർ കമ്പിത്തിരി. എന്ന് വെച്ചാൽ പല കളർ മാറിക്കൊണ്ടേയിരിക്കും കമ്പിത്തിരിക്ക്. ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ശരിയായിരുന്നു. ഇതാണ് നമ്മൾ ബോംബ്. കുറേ ഞാൻ തെരിച്ച് പറഞ്ഞിരുന്നു, പക്ഷെങ്കിൽ എനിക്കിപ്പോൾ ശരിയായി. ഇതാണ് നമ്മൾ ഒറിജിനൽ ബോംബ് കേട്ടോ ഗൈസ്. ഞാൻ തൊടുന്നില്ല, ചിലപ്പോൾ കൈമലെല്ലാം വിഷം, അപ്പം ഞാൻ തൊടുന്നില്ല. ബോംബാണിത്. ബോംബ് ഒരു വെട്ടി വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇത് കാന്താരി പടക്കം. കാന്താരി അറിഞ്ഞൂടെ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറേ വീണ് കിടക്കുന്നുണ്ട്. ചിരട്ടപ്പടക്കം കുറേ വീണ് കിടക്കുന്നുണ്ട്. അത് ഞാൻ പെറുക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട. ടാറ്റാ ബൈ.